മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 4-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. ശരണമന്ത്രമുഖരിതമായ സന്നിധാനം ഇന്നു മുതൽ മകരവിളക്ക് തീർത്ഥാടനത്തിലേക്ക്. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ ഭഗവാനെ കൺകുളിർക്കെ കാണുന്നതിനും മകരജ്യോതി ദർശിക്കുന്നതിനും ഇനി ഭക്തരുടെ കാത്തിരിപ്പിന്റെ നാളുകൾ. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി വൈകിട്ട് 4 മണിക്ക് ശ്രീകോവിൽ നട തുറന്ന് ദീപം തെളിയിക്കും. തുടർന്ന് തിരുമുറ്റത്തെ ആഴിയിൽ അഗ്നി പകരും. ഇതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടാം. ജനുവരി 12-ന് ഉച്ചയ്ക്ക് ശേഷം പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ മകരസംക്രമ പൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെടും. മകരസംക്രമ നാളായ ജനുവരി 14-ന് വൈകിട്ട് 6 മണിയോടെ തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര സന്നിധാനത്തെത്തും. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ച് തിരുവാഭരണ പേടകം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന. ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതോടെ മകരസംക്രമ പൂജകൾ പൂർത്തിയാകും. അതേസമയം മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 7 കൗണ്ടറുകളാണുള്ളത്. അവ 10-ആക്കി ഉയർത്തും. 60 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേക കൗണ്ടർ തുറക്കും. ജനം, പത്തനംതിട്ട. സന്നിധാനത്ത് നിന്ന് അഖിൽ പാലോട്ടുമഠം ചേരുകയാണ്. അഖിൽ, നമുക്കറിയാം മണ്ഡല പൂജ കഴിഞ്ഞ് ശബരിമല നട അടച്ചു. അതിനുശേഷം മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി ഇന്ന് വീണ്ടും നട തുറക്കുകയാണ്. വൈകിട്ട് 4-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അഖിൽ, എത്രത്തോളമാണ് അവിടെയുള്ള ഒരുക്കങ്ങൾ? മറ്റ് വിവരങ്ങളും വിശേഷങ്ങളും കൂടി. വിനോദ്, ദേവിക, സ്വാമി ശരണം. 41 ദിവസത്തെ മണ്ഡലകാലത്തിൻ്റെ പര്യവസാനത്തിനു ശേഷം ഇന്ന് മകരവിളക്കിന് വേണ്ടി ശബരിമല സന്നിധാനം നട തുറക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് 18-ാം പടിക്കു താഴെയാണ്. എല്ലാം നിശ്ചലമാണ്. ഇവിടെ സമാധാനമായി നിൽക്കുന്ന സന്നിധാനത്തെ കാണാം. ശരണം വിളികളില്ല. പോലീസ് അയ്യപ്പന്മാർ വേഗം കയറിവ എന്ന് പറയുന്ന 18-ാം പടി സമാധാനത്തോടെ ഇരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിനേക്കായി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെയും കണ്ഠരര് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി വൈകുന്നേരം 4 മണിക്ക് നട തുറക്കുന്നുണ്ടാകും. അതിനുശേഷം നട തുറന്ന് ശ്രീകോവിലിൽ വിളക്ക് വച്ചതിനു ശേഷമായിരിക്കും 18-ാം പടി ഇറങ്ങി വന്ന മേൽശാന്തിയുടെയും കീഴ്ശാന്തിയുടെയും നേതൃത്വത്തിൽ ആഴിയിൽ ദീപം തെളിയിക്കുക. അതിനുശേഷമായിരിക്കും അയ്യപ്പ ഭക്തരെ 18-ാം പടി കടത്തി പൊന്നമ്പലവാസനായ ശ്രീശബരീശനെ കാണുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിൻ്റെ പൂർണ്ണമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ സന്നിധാനത്ത് ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള വഴിയിലൂടെ വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈകുന്നേരം മുതൽ തന്നെ ഇന്ന് വൈകുന്നേരം 3 മണി മുതലായിരിക്കും അയ്യപ്പ ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുക. ഉച്ചയ്ക്ക് 12 മണി മുതൽ തന്നെ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനങ്ങൾ പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലുമെല്ലാം തന്നെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ സംവിധാനങ്ങൾക്ക് ഒരുക്കം കൂട്ടും. അത് എല്ലായിടത്തും ഉണ്ടായിരുന്ന കൗണ്ടറുകളുടെ എണ്ണത്തിൽ വർധനവും വരുത്തിയിട്ടുണ്ട്. പമ്പയിൽ 7 അത് 10-ആയി ഉയർത്തിയാണ് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നത്. കാരണം കഴിഞ്ഞ മണ്ഡലകാല മഹോത്സവ സമയത്തൊക്കെ തന്നെ ഏകദേശം 10,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് 22,000-ലേക്കും 25,000-ലേക്കും ഒക്കെ എത്തുന്ന കണക്കുകൾ നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതലായിട്ട് പ്രാധാന്യം നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി ശബരിമല സന്നിധാനം വൈകുന്നേരം 4 മണിക്ക് ഭഗവാന്റെ നട തുറക്കുന്നുണ്ടാകും. അതിനുശേഷമായിരിക്കും മകരജ്യോതിയിലേക്കുള്ള അല്ലെങ്കിൽ മകരസംക്രാന്തി പൂജയിലേക്കുള്ള 14 ദിവസത്തെ പൂജകളിലേക്ക് ശബരിമല സന്നിധാനം പോവുക. ദേവിക, വിനോദ്. ശരി, എന്തായാലും ഇനി എല്ലാവരും ശബരിമലയിലേക്ക് ഒന്ന് നോക്കുകയാണ്. കാരണം ഇനി മകരവിളക്ക് മഹോത്സവം തിരക്ക് അനുഭവപ്പെടുന്ന കാലമാണ്. ഇനിയും സന്നിധാനത്തേക്ക് വലിയ നീണ്ട ഒഴുക്ക് തന്നെ ഉണ്ടാകും അയ്യപ്പന്മാരോട്.